ഹായ് ഹലോ. ഈ പിൻഹോൾ ട്രീറ്റ്മെൻറ്റിന് ശേഷം ഫോളോ അപ്പ് ട്രീറ്റ്മെൻറ്റുകൾ ആവശ്യമുണ്ടോ എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. ഇത് നമ്മുടെ സീരീസിലെ 12ാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് ഡോക്ടറോട് തന്നെ ചോദിക്കാം, ഫോളോ അപ്പ് ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടോ എന്ന്. ഫോളോ അപ്പ് ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ല അല്ലേ? അതായത് പിന്നെ ഇപ്പോൾ വൈഫിനെ പോലത്തെ ആളുകൾക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടാവില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും നമ്മളത് നോക്കും. ഒരു മാസം കഴിഞ്ഞ്, 3 മാസം കഴിഞ്ഞ്, 6 മാസം കഴിഞ്ഞ്, 1 വർഷം കഴിഞ്ഞാൽ നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് നോക്കും. പല ആളുകളും ചോദിക്കാനുള്ളൊരു കാര്യമുണ്ട്, പിന്നീട് ഇത് വരാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുള്ളത്. അത് ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്ക് എന്ത് കാരണം കൊണ്ടാണ് ഇത് വരുന്നതെന്ന് അറിയാത്തത് കൊണ്ട് ഫ്യൂച്ചറിൽ ഇത് വരുന്നത് തടയാൻ നമുക്ക് സാധ്യമല്ല. പക്ഷേ ഫ്യൂച്ചറിൽ വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. വന്നാൽ തന്നെ നമുക്കത് കൃത്യമായി അൾട്രാസൗണ്ട് സ്കാൻ വെച്ച് ഫോളോ അപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനുവേണ്ടി നമ്മൾ ആജീവനാന്തം ഒരു തൈറോയ്ഡ് ഗ്രന്ഥി എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് വരുന്ന നമ്മുടെ ഹാർട്ടിനും ബ്രെയിനിനും, ഞാൻ നേരത്തെ പറഞ്ഞ ഒട്ടുമിക്ക എല്ലാ അവയവങ്ങൾക്കും ശരീരത്തിനും വരുന്ന അപകടങ്ങളും ദോഷങ്ങളും വളരെ വലുതാണ്. അതുകൊണ്ട് ഉള്ള മുഴകളെ അത് വലുതായി വരുന്നുണ്ടെങ്കിൽ അവർ ബോഡിക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കാനും ഇത്രയും പ്രധാനപ്പെട്ട ഒരു അവയവം അത് സംരക്ഷിച്ചുകൊണ്ടുള്ള ചികിത്സയാണ് കഴിയുമെങ്കിൽ നല്ലത്. ബേസിക്കലി ഇപ്പോൾ ഒരു തൈറോയിഡ് എന്തെങ്കിലും ഒരു മുഴ ഉണ്ടാകുക എന്ന് പറയുമ്പോൾ ഒരു കോസ്മെറ്റിക് ഇഷ്യൂ കൂടെയാണല്ലോ ആക്ച്വലി. അപ്പോൾ സാധാരണ നമ്മളൊരു എടുത്ത് മാറ്റുന്ന സർജറി ആകുമ്പോൾ അപ്പം തന്നെ മുഴ പ്രത്യക്ഷമായി കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഒരു സമയം കൊടുക്കണം. അതായത് ഈ മുഴ ചുരുങ്ങാൻ വേണ്ടി ഒരു നിശ്ചിത സമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട വരുമെന്നേ ഉള്ളൂ. പക്ഷേ അൾട്ടിമേറ്റ്ലി ആ മുഴ ചുരുങ്ങി നോർമൽ അവസ്ഥയിലേക്ക് വരും. അതെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം തൈറോയ്ഡ് നമ്മൾ നേരെ കഴുത്തിലുള്ള സംഗതികളും താങ്കൾ ചോദിച്ചതുപോലെ തന്നെ എല്ലാവരുടെയും കൺസേൺ ആണ്. എല്ലാവരും ചോദിക്കുന്നത് എന്താ ഒരു മുഴ എന്ന് ചോദിക്കും. അതുകൊണ്ട് കോസ്മെറ്റിക് കൺസേൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേസമയം നമ്മളിത് ബാലൻസ് ചെയ്യണം. അതായത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ ഈ ഒരു മുഴ പോയിട്ടുള്ള ഒരു കോസ്മെറ്റിക് റിസൾട്ട് ഒരു സൈഡിലും, മറ്റു സൈഡിൽ നമ്മൾ ഇത്രയും ഒരു ഹോർമോൺ ഗ്രന്ഥി എടുത്തു കളഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു ആരോഗ്യത്തിനും നമ്മളെ ശരീരത്തിന് മൊത്തം ആരോഗ്യത്തിനും ബാധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് തൈറോയ്ഡ് ഗ്രന്ഥിനെ സംരക്ഷിക്കാം. കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് മാസങ്ങളും അല്ലെങ്കിൽ 1-2 വർഷം കൊണ്ട് പതിയെ ഈ ഒരു കോസ്മെറ്റിക് റിസൾട്ട് അൾട്ടിമേറ്റ്ലി നമുക്ക് കിട്ടുകയും ചെയ്യുന്ന ഒരു ബാലൻസ്ഡ് ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും കുറച്ചും കൂടി നല്ലത് എന്നുള്ളതാണ് പൊതുവായിട്ട് മൊത്തം ബോഡീൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കുമ്പോൾ അതായിരിക്കും പ്രിഫറബിൾ. അതേസമയം കോസ്മെറ്റിക് കൺസേൺ വലിയ ആളുകളുണ്ടെങ്കിൽ പുതിയ ടെക്നിക്കുകളൊക്കെ ഉണ്ട്. നമ്മുടെ സാധാരണ രീതിയിൽ നമ്മൾ പിൻഹോൾ ചികിത്സ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ RFAയോ മൈക്രോവേവ് ഉപയോഗിച്ച് ജസ്റ്റ് കരിച്ചു കളയുന്നു, പൂർണ്ണമായും ബോഡിക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം അത് കുറച്ചുകൂടിയൊക്കെ ഫാസ്റ്റാക്കി കുറക്കാനുള്ള പുതിയ പിൻഹോൾ ടെക്നിക്കുകളൊക്കെ ഇന്ന് നിലവിലുണ്ട്. ഓക്കെ, താങ്ക് യു.